പ്രമുഖ ഇസ്ലാമിക ദിനപത്രങ്ങളിൽ സുപ്രഭാതത്തിലും സിറാജിലും ഇന്നലെ സരിൻ തരംഗമാകുന്നു എന്ന തലക്കെട്ടോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഒരു രാഷ്ട്രീയ പരസ്യമാണ് ഇപ്പോൾ വലിയ ചർച്ചയുയർത്തുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയ ഈ രാഷ്ട്രീയ പ്രചരണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് സന്ദീപ് വാര്യർ എന്ന് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ രാഷ്ട്രീയ നേതാവിന്റെ വിഷലിപ്തമായ മുൻകാല ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത നിറഞ്ഞു തുളുമ്പുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ. മുസ്ലിം വോട്ട് ബാങ്കുകളിൽ ഭിന്നിപ്പുണ്ടാക്കുവാനാണ് ഈ പരസ്യം ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം. പ്രത്യക്ഷത്തിൽ ഇത് സഹായകരമാകുന്നത് BJP-ക്കാണ്. കാരണം UDF-ലേക്ക് ഏകീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കപ്പെടുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിയിലും UDF-ലുമായി ഭിന്നിച്ചു വീണാൽ അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവ് BJP-യാണ്. തൃശൂർ മോഡലിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വിജയമുറപ്പിക്കുവാൻ BJP-യെ ഇത് വലിയ രീതിയിൽ സഹായിക്കും. എന്നാൽ BJP-ക്ക് സഹായകരമാകുന്ന ഈ അജണ്ടയ്ക്ക് വേണ്ടി, ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നതും പണം മുടക്കുന്നതും CPM ആണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ വസ്തുത. എന്നു മുതലാണ് സന്ദീപ് വാര്യർ CPM-ന് ശത്രുവായത്? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള കടന്നാക്രമണങ്ങളിലും മാധ്യമ ചർച്ചകളിലും CPM-നെ പ്രതിരോധത്തിലാക്കിയ സന്ദീപ് വാര്യർ അന്നൊന്നും അവർക്ക് ഒന്നാം നമ്പർ ശത്രുവായിരുന്നില്ല. എന്നാൽ BJP-യുടെ പ്രത്യയശാസ്ത്രത്തെ തമസ്കരിച്ചുകൊണ്ട്, വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, തന്റെ മുൻകാല ചെയ്തികളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയപ്പോൾ മുതലാണ് സന്ദീപ് വാര്യർ CPM-ന് ശത്രുവായത്. താൻ BJP വിടുന്നു എന്ന സൂചനകൾ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നുണ്ടായ നിമിഷം മുതൽ CPM അദ്ദേഹത്തെ സ്വന്തം പാർട്ടിയിലേക്ക് സ്വീകരിക്കുവാൻ വാതിൽ തുറന്നിടുകയും ചുവന്ന പരവതാനി വിരിക്കുകയും ചെയ്തതാണ്. AK ബാലനും മന്ത്രി MP രാജേഷുമെല്ലാം സന്ദീപ് വാര്യർക്ക് നൽകിയ ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റുകൾ ഇതിനുദാഹരണമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്നുള്ളതാണ്. CPM-ന്റെ കേരളത്തിലെ രാഷ്ട്രീയ അജണ്ട വളരെ വ്യക്തമാണ്. അതൊരു കോൺഗ്രസ് മുക്ത കേരളം എന്ന ലക്ഷ്യമാണ്. അതിനുവേണ്ടി അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടുന്നത് BJP-ക്കൊപ്പമാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെതിരായി ഫാസിസ്റ്റ് ശക്തികളോട് ചേർന്ന് നിന്ന് പോരാടുന്ന CPM-കാരെ നാം ആദ്യമായി പ്രത്യക്ഷത്തിൽ പകൽ വെളിച്ചത്തിൽ കണ്ടത്, അല്ലെങ്കിൽ മാധ്യമ ക്യാമറകളിലൂടെ കണ്ടത്, KPM ഹോട്ടലിന്റെ ലോബിയിൽ UDF സ്ഥാനാർത്ഥി കള്ളപ്പണവുമായി ഹോട്ടൽ മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധമുയർത്തിയപ്പോഴാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഡീലുകളുണ്ട്, അന്തർധാരകൾ സജീവമാണ്. ഏതു വിധേനയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയമാണ് CPM-ഉം BJP-യും ആഗ്രഹിക്കുന്നത്. BJP-യുടെ വിജയത്തെക്കാൾ CPM-നെ അലസോരപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ വിജയമാണ് എന്നതും രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ നെറികെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നത് എന്നും വ്യക്തം. ഒരു കാര്യം കൃത്യതയോടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ രാഷ്ട്രീയ നെറികേടിനെ മതേതര കേരളം തമസ്കരിക്കുന്ന ദിവസമായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന നവംബർ 23-ാം തീയതി. ആ സുദിനത്തിനായി കാത്തിരുന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.